ജാസ്മിൻ അതിബുദ്ധിപരമായിട്ട് അവിടെ പരോക്ഷമായിട്ട് സൂചനകൾ കൊടുക്കുകയാണ് എല്ലാവർക്കും. തന്നോട് കളിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് വേറൊരു രീതിയിൽ വളഞ്ഞ് ജാസ്മിൻ അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഋഷിയും അഭിഷേകും ജാസ്മിനും അവിടെ ഇരിക്കുമ്പോൾ പവർ റൂമിൻ്റെ അകത്താണ്. അപ്പോൾ ജാസ്മിൻ അഭിഷേകിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളെല്ലാം പുറത്തു നിന്ന് വന്നവരല്ലേ, പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ അത് എവിടെയെങ്കിലും നിങ്ങളുടെ കളിയിൽ പ്രയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങളത് അറിഞ്ഞിട്ട് എവിടെയെങ്കിലും അത് പ്രയോഗിച്ച് അതുകൊണ്ട് മെച്ചമുണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അഭിഷേകിനോട് ചോദിച്ചപ്പം അഭിഷേക് പറഞ്ഞു, ഞാനതൊരു പ്രാവശ്യം അവിടെ പറഞ്ഞു അത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഋഷി ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ നേരത്തെ കേട്ടതാണ്, അതൊക്കെ ബ്രേക്കപ്പായി എന്നൊക്കെ സായിയൊക്കെ പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ അവിടെ പെട്ടെന്ന് ഇടപെട്ട് പറയുകയാണ്, സായി അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷേ സായി എന്നെ ഒന്ന് പയ്യെ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചെങ്കിലും ഏറ്റവും ആഘാതം, അതായത് ഏറ്റവും ഈ പുറത്തെ കാര്യങ്ങൾ ഉപയോഗിച്ച് കളിച്ചത് സിബിനാണ്. സിബിൻ 2 ആഴ്ച അത് ഉപയോഗിച്ച് ഇവിടെ ശരിക്കും കളിച്ചു. അപ്പോൾ അതനുസരിച്ച് സിബിന് വലിയ രീതിയിൽ പുറത്തെ കാര്യങ്ങൾ ഉപയോഗിച്ച് പ്രേക്ഷകരിലേക്ക് അതുപയോഗിച്ച് സിബിൻ ഇവിടെ നെഗറ്റീവായിട്ട് കളിച്ചു എന്നുള്ള രീതിയിൽ ജാസ്മിൻ അവിടെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഒന്നുകിൽ ജാസ്മിന് വലിയ ബുദ്ധിപരമായിട്ട് അത് ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് ഇടേണ്ട കാര്യം എന്താണെന്നറിയില്ല, ഒന്നുകിൽ ബുദ്ധിപരമായി തോന്നിയിട്ട് പറഞ്ഞതാവും, അല്ലെങ്കിൽ ജാസ്മിൻ ആരെങ്കിലും അവിടെ സൂചന കൊടുത്തിട്ടുണ്ടാവും സിബിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ സിബിന് പറ്റിയ അവസ്ഥയൊക്കെ ഓർത്തുകൊണ്ട് ജാസ്മിൻ അവിടെ അഭിഷേകിനിട്ട് ഒന്ന് വാണിങ് പോലെ താക്കീത് പോലെ കൊടുക്കുന്നതാണ്. കണ്ടോ സിബിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്, എന്നെക്കുറിച്ചൊക്കെ ഇവിടെ പുറത്തെ കാര്യങ്ങൾ വന്ന് വലിയ രീതിയിൽ അവിടെ ആക്രമിച്ചിട്ട് ഇപ്പോൾ എന്തായി അവസ്ഥ. അപ്പോൾ അഭിഷേകിന് ഇട്ട് ഒന്ന് പ്രതിരോധിക്കാൻ, അതായത് ഒരു പേടിപ്പിക്കാൻ, ഒന്ന് ചെറിയ രീതിയിൽ ഭയപ്പെടുത്താൻ നോക്കിയതായിരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സിബിൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, തന്നോട് അവസാനം ജാസ്മിനെതിരെ കളിക്കരുതെന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സായിയുടെ കാര്യം എടുത്താലും സായി ആ തുടക്കം വന്ന് ജാസ്മിനെ ഇങ്ങനെ ഈ കാര്യം അറിയിക്കുക എന്നതല്ലാതെ ജാസ്മിനെതിരെ ശക്തമായിട്ട് കളിക്കാൻ സായിയും ശ്രമിച്ചിട്ടില്ല. പിന്നെ നേരിട്ട് നല്ല രീതിയിൽ ഒന്ന് ആക്രമിച്ചത് അൻസിബയും പിന്നെ അഭിഷേകുമാണ് കുറച്ചൊക്കെ. അപ്പോൾ അൻസിബയുടെ അവസ്ഥ ഇപ്പോൾ നമുക്കറിയാമല്ലോ, പെട്ടെന്ന് പുറത്താക്കി. അഭിഷേകാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു വാർണിംഗ് ഒക്കെ കിട്ടിയെന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ജാസ്മിനെതിരെ കളിക്കുന്നവരുടെ അവസ്ഥ.